അപ്പോൾ സുനിഷ, കൊച്ചിയിലൊക്കെ നല്ല മഴയായിരുന്നു സുനിഷേ. ഇപ്പോൾ ദാ സുനിഷയുടെ അവിടെ ഫ്രെയിമൊക്കെ നോക്കുമ്പോൾ കുറച്ചൊക്കെ പൊള്ളി ഇരിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പൊക്കെ എന്താണ്? ഈ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ സുനിഷ പിന്നെ സംസാരം നിർത്തില്ല എന്നൊക്കെ നമ്മളൊക്കെ ഒരു പറച്ചിലുണ്ട് ഇവിടെ. വെങ്കി, കാലാവസ്ഥ ഈ പറയുന്നത് പോലെ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കൊച്ചിയിലൊക്കെ മഴ തുടങ്ങിയിട്ടുള്ളത്. അതായത് ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ല, പക്ഷേ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളതാണ് നിർദ്ദേശം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമുള്ള സാധ്യതയുണ്ട് എന്നതാണ്. അത് പ്രധാനമായും തിരുവനന്തപുരത്ത് പൂവാറിൽ, ഒപ്പം തന്നെ ആലപ്പുഴ തീരത്തൊക്കെ തന്നെയും അതീവ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശമുണ്ട്. നേരത്തെ തന്നെ നൽകിയിരുന്നതാണ്. ഇന്നും അത് നീളുമെന്നുള്ളതാണ്. ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്, ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരദേശവാസികളൊക്കെ തന്നെയും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഒരു ഭാഗത്ത് നൽകുന്നത്. ഒപ്പം തന്നെ മലയോര മേഖലയിലടക്കം ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. പക്ഷേ നിലവിൽ അങ്ങനെ ശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യതയോ മഴ മുന്നറിയിപ്പൊന്നും തന്നെ നൽകിയിട്ടില്ല എന്നതാണ്. ഒരുപക്ഷെ 10 മണിക്ക് വീണ്ടും ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അപ്ഡേറ്റ്സ് വരുമ്പോൾ എവിടെയെങ്കിലും മുന്നറിയിപ്പുണ്ടോ? ഇപ്പോൾ എറണാകുളത്തൊക്കെ തന്നെയും ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ യെല്ലോ അലേർട്ടിലേക്കൊക്കെ മാറാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും മഴ പരക്കെ പെയ്യും, പക്ഷെ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയാണ്. പക്ഷേ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് വെങ്കി, റോഷ്നി. അപ്പോൾ അതാണ് നിലവിലെ സാഹചര്യം. ഈ കാലാവസ്ഥ മുന്നറിയിപ്പിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ നമ്മുടെ സുനിഷ തന്നെ അത് പ്രേക്ഷകരിലേക്ക് വിവരം കൃത്യമായി തന്നെ എത്തിക്കുന്നതായിരിക്കും. സുനിഷ, മറ്റൊന്ന്, വനിതാ CPO റാങ്ക് ലിസ്റ്റ് തീരാൻ 6 ദിവസമേ ഇനി ബാക്കിയുള്ളൂ. സമരം കടുപ്പിക്കാനാണ് സമരക്കാർ ഒരുങ്ങുന്നത്. ഒപ്പം ആശാ വർക്കർമാരും അവരുടെ സമരം തുടരുന്നു, അല്ലേ? ഈ 2 സമരങ്ങളിലും പ്രതീക്ഷ ഏറെക്കുറെ അവസാനിച്ചു എന്ന മട്ടാണോ സുനിഷേ? അങ്ങനെ പറയുകയാണെങ്കിൽ ആശാസമരത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും ഈ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നൊരു നിലപാടിലേക്ക്, അതായത് ഇനി വരുന്ന ദിവസങ്ങളിലും ശക്തമായ സമരം ചെയ്യും, ഓണറേറിയം കിട്ടും വരെ സമരം ചെയ്യുന്നുമെന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെ കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പറയുന്ന പോലെ നേരത്തെ ഈ പൗരസംഘവും അടക്കമുള്ള നൂറുകണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു സമരമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അതേ രീതിയിൽ മുന്നോട്ട് പോകുമെന്നതാണ്. നേരത്തെ മുഖ്യമന്ത്രി അടക്കം വാർത്താ സമ്മേളനത്തിൽ ഈ പറഞ്ഞതുപോലെ സമരം ഒത്തുതീർപ്പാക്കാൻ സമരക്കാർ കൂടി വിചാരിക്കണമെന്ന് പറഞ്ഞതോടുകൂടി സമരത്തിന്റെ ഗതി ഇനി എങ്ങോട്ട്, അല്ലെങ്കിൽ അതിലൊരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ സമരക്കാർ ഏതായാലും സമരവുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ്. വരും ദിവസങ്ങളിലും വ്യത്യസ്ത സമരരീതികളുമായി രംഗത്ത് വരും. ശക്തമായി കൂടുതൽ ആളുകളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായി മുന്നോട്ട് പോകുക എന്നൊരു തീരുമാനത്തിലാണ് ആശാ സമരക്കാർ ഉള്ളത് എന്നതാണ്. ഒപ്പം തന്നെ ഇനി CPO ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിൽ ഇനി 6 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇനി സമരം ചെയ്യുകയാണെങ്കിൽ പോലും ഈ ഒരു 6 ദിവസം മാത്രമാണ് സമരം ചെയ്യാൻ കഴിയുക. കാരണം അതിന്റെ റാങ്ക് ലിസ്റ്റ് കാലാവധി തീർന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് മറ്റൊരു കാര്യമില്ല, അല്ലെങ്കിൽ ഒരു വഴിയില്ല എന്നത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് 12ാം ദിവസമാണ് ഇവർ സമരം തുടങ്ങിയിട്ട്. വ്യത്യസ്ത രീതികളിൽ സമരം നമ്മൾ കണ്ടതാണ്. ഇന്ന് സിറ്റപ്പ് നടത്തിക്കൊണ്ടുള്ളൊരു സമരമാണ് ചെയ്യാൻ പോകുന്നത് എന്നതാണ്. കഴിഞ്ഞ ദിവസം ഭിക്ഷയാചിച്ചുകൊണ്ടുള്ളൊരു സമരം ഉണ്ടായിരുന്നു, ശയന പ്രതിഷേധം ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്ത തരത്തിൽ സമരം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുകയോ ഒരു തസ്തിക സൃഷ്ടിക്കുകയോ ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നൊരു പ്രതീക്ഷയാണ്. ഇനിയിപ്പോൾ ബുധനാഴ്ചയാണ് മന്ത്രിസഭാ യോഗമുള്ളത്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലായിരുന്നു 28 ഈ തസ്തിക സൃഷ്ടിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് കടന്നിരുന്നു. പക്ഷേ അത്തരം 28 സീറ്റുകൾ കൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ തസ്തിക കൊണ്ട് കാര്യമില്ല എന്നത് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അവർ പറയുന്നത് വെച്ച് ഒരു 60% നിയമനം നടത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സമരവുമായി അവർ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുകയും ചെയ്തത്. പക്ഷേ ഇനിയൊരു മന്ത്രിസഭാ യോഗം വരുമ്പോൾ ഈ മന്ത്രിസഭയിലെങ്കിലും കുറച്ചുകൂടി തസ്തികകൾ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ നിയമനം നടത്താനോ ഉള്ള തീരുമാനം ഉണ്ടാകുമെന്നൊരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുന്നത് എന്നതാണ്. ഈ പറഞ്ഞതുപോലെ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് പോകുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും സമരത്തിന്റെ ഒരു നീണ്ട നിരയാണ്. ഒരു പക്ഷേ ഈ നിശ്ചയദാർഢ്യം കൊണ്ട് തീരുമാനമെടുത്തേ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് ആശാ വർക്കർമാർ സമരം ചെയ്യുമ്പോൾ മറുവശത്ത് CPO ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സെക്രട്ടേറിയറ്റ് മുന്നിൽ പോകുമ്പോൾ കാണാൻ കഴിയുന്നത്. ഏതായാലും സമരം ഇനിയും അങ്ങോട്ട് ശക്തമായി തുടരുമെന്നത് തന്നെയാണ് ഇരു കൂട്ടരും അറിയിക്കുന്നത്. വെങ്കി, റോഷ്നി. ഓക്കെ, എന്തായാലും സമരത്തിന്റെ കാഴ്ചകളും ഈ ദിവസം ആ സമരം എങ്ങനെയായിരിക്കും പോകുക എന്നുള്ളതൊക്കെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ പ്രതിനിധികൾ പ്രേക്ഷകരിലേക്ക് അടുത്ത മണിക്കൂറുകളിലും ഒക്കെ എത്തിക്കും. സുനിഷയാണ് ഒരുപാട് വാർത്തകൾ പ്രേക്ഷകർക്ക് വേണ്ടി